വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് വാട്ട് ആർ ദ തിങ്സ് ഐ ഡു ബിഫോർ ദ സ്കൂൾ സ്റ്റാർട്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാൻ ചെയ്യുന്ന കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിങ്, നിങ്ങളുടെ സ്ലീപ്പ് റൊട്ടീൻ കറക്റ്റ് ചെയ്യുക. ഇത്രയും നാൾ നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ട് കറക്റ്റായിട്ട് എണീറ്റ് ഉറങ്ങിയുള്ള ശീലം ഉണ്ടാവില്ല. അപ്പോൾ ഇനി മുതൽ അത് ശീലിക്കാനായിട്ട് നമുക്ക് അലാം സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമൊക്കെ അലാംസ് വെച്ചിട്ട് നമ്മൾ എണീക്കുമെങ്കിലും പിന്നെ നമുക്കത് റൊട്ടീനായിട്ട് മാറും, ശീലമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു റൊട്ടീൻ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ടാമത്തെ കാര്യമായ അലാംസ് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കാര്യം, ക്ലീൻ അവർ സ്റ്റഡി സ്പേസ്. നമുക്ക് വേണ്ടി ഒരു സ്റ്റഡി സ്പേസ് ഉണ്ടാക്കുക. ആ സ്പേസ് എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം മാത്രം സ്റ്റഡി സ്പേസിലായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ പിന്നെ കലണ്ടറൊക്കെ സെറ്റാക്കാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. ഇനി അടുത്തത് നാലാമത്തെ കാര്യം, നമ്മുടെ ബാഗ്സ് അല്ലെങ്കിൽ ലഞ്ച് ബാഗ്സ് ഒക്കെ നമ്മൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ സിപ്സും കാര്യങ്ങളും ഒക്കെ വർക്കിംഗ് ആണോ എന്നൊന്ന് നോക്കുക. അപ്പോൾ അത് വർക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യുക. പുതിയ ബാഗാണെങ്കിൽ ഇങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ഞാൻ പഴയ ബാഗ് തന്നെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ലഞ്ച് ബാഗ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു അവോയ്ഡിങ് ലിസ്റ്റ് ഉണ്ടാക്കണം. അവോയ്ഡിങ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷം എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം. ഞാനിവിടെ സ്ക്രീൻ ടൈം, ജങ്ക് ഫുഡ് അങ്ങനെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പേപ്പറിൽ എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ആറാമത്തെ കാര്യം, ഒരു സ്റ്റഡി റൊട്ടീൻ സെറ്റാക്കുക. നിങ്ങൾ എപ്പോഴേക്ക് ഇരുന്ന് പഠിക്കും, എങ്ങനെയൊക്കെ പഠിക്കും എന്നൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവും നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇത് എഴുതി വെച്ചാൽ മാത്രം പോരാ, കാണുന്ന പോലെ നമുക്കിത് ട്രൈ ചെയ്യാനും നോക്കണം. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്കുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. ഗോൾസ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രീംസ് അല്ല, നിങ്ങൾക്ക് ഇന്ന ടൈം പീരീഡിൽ ഒരു ഗോൾ കംപ്ലീറ്റ് ആക്കണം, അതാണ് നിങ്ങളുടെ ഗോൾ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നല്ല മാർക്ക് സ്കോർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഇതാക്കുക, അങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ സ്റ്റഡി സ്പേസ് ഒന്ന് അറേഞ്ച് ചെയ്യുക. ഞാനിപ്പോൾ ഗ്രിഡ് ബോർഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ എഴുതിയത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ചെയ്തു. ഇനി എട്ടാമത്തെ കാര്യം, നമ്മുടെ ബുക്സൊക്കെ ഒന്ന് ബൈൻഡ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഞാനിവിടെ ബൈൻഡൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒമ്പതാമത്തെ കാര്യം, നമ്മുടെ യൂണിഫോംസ് അയൺ ചെയ്ത് വെക്കുക. എപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ് യൂണിഫോമാണ് അയൺ ചെയ്യൽ. അപ്പോൾ അതെന്തായാലും നേരത്തെ തന്നെ ചെയ്ത് വെക്കുക. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ബാഗ് പാക്കിംഗ്. അപ്പോൾ ബാഗിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ബോക്സ്, ഒരു റഫ് ബുക്ക്, പിന്നെ നമ്മളൊരു എമർജൻസി കിറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. സാനിറ്ററി നാപ്കിനും അതുപോലെ തന്നെ ക്ലിപ്പ്, ലിപ് ബാം, സേഫ്റ്റി, പിന്നെ അതൊക്കെ നമ്മൾ എന്തായാലും മറക്കുന്ന സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഇന്ന് തന്നെ എടുത്ത് സെറ്റാക്കി വെക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാ അക്കാഡമിക് ഇയറിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതെൻ്റെ 10th അക്കാഡമിക് ഇയർ ആണ്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇന്ന്. അപ്പോൾ എന്തായാലും നാളെയാണ് എനിക്ക് റീ ഓപ്പൺ ചെയ്യുന്നത് സ്കൂള്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഹറിബറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര യൂസ്ഫുൾ ആകും. അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ.